ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പ്ലേ ആണ്, സുൽത്താൻസ് ഡിലമ ബൈ തൗഫിക് അൽ ഹക്കീം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ വർക്കിനെ പറ്റിയിട്ട്, ഈ പ്ലേയെ പറ്റിയിട്ട് കുറച്ച് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കും. അത് കഴിയുമ്പം നമ്മൾ ഓഥറായിട്ടുള്ള തൗഫിക് അൽ ഹക്കീമിനെ പറ്റിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് നോക്കും. അത് കഴിയുമ്പം നമ്മൾ പ്ലേയിലോട്ട് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ മേജർ ക്യാരക്ടേഴ്സിനെ നോക്കിയിട്ട് മൈനർ ക്യാരക്ടേഴ്സിനെ മേജർ ക്യാരക്ടേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്നു. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പോയിൻറ്റ് വൈസ് ആയിട്ടുള്ള സമ്മറിയും ഒരു അനാലിസിസും ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മേജർ തീംസ് എന്തുവാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, കമ്മിങ് ടു ദ വീഡിയോ. ഇപ്പം സുൽത്താൻസ് ഡിലമ എന്ന് പറയുന്നത് ഒരു പ്ലേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എഴുതിയത് ആരാ? ഫസ്റ്റ് പോയിൻറ്റ് തൗഫിക് അൽ ഹക്കീമാണ് എഴുതിയത്. സെക്കൻഡ്ലി ഇത് പബ്ലിഷ് ആവുന്ന വർഷം 1960 ആണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു 3 ആക്ട് പ്ലേ ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് മിഡീവൽ പാസ്റ്റ് ആണ്, അതായത് ഈജിപ്റ്റ് ഡ്യൂറിങ് ദ മുംലക് പീരീഡ്. അതാണ് സെറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പ്ലേ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു എറ്റേണൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് അതോറിറ്റി ആണോ കൂടുതൽ പവർഫുൾ അതോ ജസ്റ്റിസ് ആണോ കൂടുതൽ പവർഫുൾ എന്നുള്ളത്. അതായത് വേറൊരു രീതി പറഞ്ഞാൽ മൈറ്റ് വേഴ്സസ് റൈറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഡിലമയിലാണ് ഈ ഒരു പ്ലേ മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു ഫിസിക്കൽ സെറ്റിംഗ് എന്ന് പറയുമ്പം ഒരു സിറ്റി സ്ക്വയറിലാണിത് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഒരു ടവേൺ കാണാം, ഒരു മോസ്ക് കാണാം, ഒരു ഷൂ മേക്കറിൻ്റെ ഷോപ്പൊക്കെ കാണാം. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തൗഫിക് അൽ ഹക്കീമിനെ പറ്റിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. തൗഫിക് അൽ ഹക്കീം ഒരു ഈജിപ്ഷ്യൻ റൈറ്ററാണ്. ഹീസ് എ പൈനിയർ ഓഫ് അറബിക് നോവൽ ആൻഡ് ഡ്രാമ. ഇങ്ങനെയുടെ മേജർ വർക്ക്സ് നോക്കുമ്പോഴത്തേക്കിന് എ ബുള്ളറ്റ് ഇൻ ദ ഹാർട്ട് ഇതിങ്ങനെ ഫസ്റ്റ് പ്ലേ ആണ്. പിന്നീട് ലീവിങ് പാരഡൈസ്, ദ റിട്ടേൺ ഓഫ് സ്പിരിറ്റ്, ദ ഫേറ്റ് ഓഫ് എ കോക്രോച്ച്, ദ റിട്ടേൺ ഓഫ് കോൺഷ്യസ്നെസ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. തൗഫിക് അൽ ഹക്കീം പ്ലേസ് എഴുതിയിട്ടുണ്ട്, നോവൽസ് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ഫിലോസഫിക്കൽ നോവൽസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജോണേഴ്സിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ്. ഇനി അവാർഡ്സിലോട്ട് വരുമ്പോഴത്തേക്കിന് ഗ്രാൻഡ് കോർഡൻ ഓഫ് ദ ഓർഡർ ഓഫ് നൈൽ ആൻഡ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മെറിറ്റ്, ഇത് രണ്ട് അവാർഡ്സാണ് തൗഫിക് അൽ ഹക്കീമിന് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പ്ലേയിലോട്ട് പോകുന്നതിന് മുന്നേ അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അൽ മംലുക് സുൽത്താൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് വസീർ. വസീർ ഇസ് ചീഫ് മിനിസ്റ്റർ. അടുത്തയാണ് ഖാദി. ഖാദി ഒരു ചീഫ് ജഡ്ജാണ്. പിന്നീട് ഈ ഖാദിയും വസീറും തമ്മിലാണ് ഈ ഒരു ഡിലമ വരുന്നത്. ഖാദിയും വസീറും ഓരോ ഭാഗങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ സുൽത്താൻ ആണ് ഡിലമയിൽ വരുന്നത്, ഏത് ഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അതായത് അതോറിറ്റി വേണം എന്ന് പറയുന്ന വസീറിനെ സപ്പോർട്ട് ചെയ്യണോ, ജസ്റ്റിസിനെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഖാദീനെ സപ്പോർട്ട് ചെയ്യണോ, ആര് പറയുന്ന തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ സുൽത്താൻ ഒരു ഡിലമയിലെത്തുന്നതാണ് നമ്മൾ പ്ലേ പറയുന്നത്. ഇനി സുൽത്താനെ ഓപ്ഷനിൽ ബിഡ് ചെയ്ത് മേടിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ടൗൺ ഫോക്ക് പറയുന്ന ഒരു വിമണാണ് ബെല്ലെ. ബട്ട് ലേറ്റർ നമുക്ക് മനസ്സിലാവും ബെല്ലെ നല്ലൊരു സ്ത്രീയാണ്, അവർ ആർട്ടിസ്റ്റിക്കലി കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ബട്ട് മോറലി നല്ലൊരു സ്ത്രീയാണെന്ന് പിന്നീട് സുൽത്താൻ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി കുറച്ച് മൈനർ ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ കണ്ടെംഡ് സ്ലേവ് മെർച്ചൻ്റ് ഉണ്ട്, പിന്നെ എക്സിക്യൂഷണറുണ്ട്, ടവേൺ കീപ്പറുണ്ട്, മുഅസിൻ എന്ന് പറയുന്ന അവിടുത്തെ മോസ്കിൽ പ്രെയർ ചൊല്ലുന്ന ഒരാളുണ്ട്. അങ്ങനെ കുറച്ച് മൈനർ ക്യാരക്ടേഴ്സുണ്ട്. ഇനി നമുക്ക് ഇതിന് സമ്മറിയിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്ലേ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ കാണുന്ന എന്തോ ഒരു കോൺവെർസേഷനാണ്. ഒരു കണ്ടെംഡ് മാൻ, കണ്ടെംഡ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തേക്കുന്ന പോലെ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ. അപ്പോൾ കണ്ടെംഡ് മാനും ഈ എക്സിക്യൂഷണറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ എക്സിക്യൂഷണർ സുൽത്താനും വസീറും ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ഈ കണ്ടെംഡ് മാനിൻ്റെ എക്സിക്യൂഷൻ നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഈ കണ്ടെംഡ് മാൻ ആരാന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടെംഡ് മാനാണ് സ്ലേവ് മെർച്ചൻ്റ് ആണ് ഇങ്ങേര്. അപ്പോൾ ഈ സ്ലേവ് മെർച്ചൻ്റ് ഇങ്ങേരെ എന്തുകൊണ്ട് കണ്ടെംഡ് ചെയ്തിരിക്കുന്നു? ഇങ്ങേര് പറയുവാണ് ഇപ്പോൾ ഇരിക്കുന്ന കിങ് ഒരു സ്ലേവ് ആണ്. കാരണം ഇങ്ങേരാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ കിങ് കുഞ്ഞായിരുന്നപ്പം ഈ കിങ്ങിനെ സ്ലേവായിട്ട് അന്നത്തെ സുൽത്താനിന്, അതായത് മരിച്ചുപോയ സുൽത്താനിന് സെല്ല് ചെയ്തതാണ്, ഒരു സ്ലേവായിട്ട് സെല്ല് ചെയ്തതാണ്. അപ്പം ആ കിങ് ഒരിക്കൽ പോലും ഈ ഇപ്പോഴത്തെ കിങ്ങിനെ ഫ്രീ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കിങ് ഇപ്പോഴും ഒരു സ്ലേവ് തന്നെയാണ്. ഈ കിങ്ങിന് ഇപ്പോൾ സുൽത്താൻ ആവാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളൊരു ക്ലെയിം വെക്കുകയാണ് ഈ സ്ലേവ് മെർച്ചൻ്റ്. അപ്പം അതറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം വെച്ചപ്പോഴത്തേക്കിന് ഇങ്ങനെ
പണിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക. നെക്സ്റ്റ് ഡേ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മുടെ ഖാദി വരുന്നത്. അപ്പോൾ ഖാദിയുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇങ്ങനെ പവർ വെച്ചിട്ട് ഒരു കാര്യം സപ്രസ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലെയിം വരുമ്പോൾ അതിനെ സപ്രസ് ചെയ്യുന്നത് ശരിയല്ല. അതിനെ ലോഫുള്ളി എങ്ങനെയാണോ കറക്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് അതേ വഴിയിലൂടെ കൊണ്ടുവരണമെന്ന് ഖാദി പറയുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു ഡിബേറ്റ് വരികയാണ്. അതിനിടയ്ക്ക് നമ്മുടെ സുൽത്താൻ ഒരു ഡിലമയിലാണ്. ബിക്കോസ് സുൽത്താൻ ഒരു സ്ലേവ് ആണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ സുൽത്താന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നീ സുൽത്താനിന് പവറും അതോറിറ്റിയും രാജ്യത്തിൻ്റെ മിലിറ്ററിയുടെ പവറൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ അല്ലാതെ തന്നെ കിങ് അല്ലേ. അപ്പോൾ ആ ഒരു പവർ വെച്ചിട്ട് ഈ സംസാരിക്കാൻ ഈ വോയിസ് ഉയർത്തുന്ന ആൾക്കാരെ സപ്രസ് ചെയ്യാം. ഇപ്പോൾ ലൈക്ക് ഈ സ്ലേവ് മർച്ചൻറ്റിനെ തന്നെ പ്രസൻറ്റ് ചെയ്യുകയോ ഹാങ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്തുവാ? സ്ലേവ് ആയതുകൊണ്ട് തന്നെ ഇനി ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ലോ അനുസരിച്ച് സുൽത്താൻ ഇനി ഒരു സ്വന്തമായിട്ടൊരു ഓപ്ഷനിൽ വെച്ചിട്ട് ആ ഓപ്ഷനിൽ ആരാണോ സുൽത്താനെ പേടിക്കുന്നത് അവർ സുൽത്താനെ ഫ്രീ ചെയ്യണം. അങ്ങനൊരു ലീഗലായിട്ട് അങ്ങനെയാണ് സുൽത്താൻ ഇനി ഫ്രീ ആവാൻ സാധിക്കുക. കാരണം സുൽത്താൻ്റെ ഏർലിയർ മാസ്റ്റർ ആയിട്ടുള്ള നേരത്തെ സുൽത്താൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സുൽത്താൻ തീരുമാനിക്കുകയാണ്, ഓക്കെ എന്തായാലും ലോഫുള്ളി ഉള്ള ജസ്റ്റിസ് ആയിട്ടുള്ള വഴിയിലൂടെ തന്നെ പോവാം. അങ്ങനെ സുൽത്താൻ നെക്സ്റ്റ് ഡേയിൽ സുൽത്താനെ ഓപ്ഷനിൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്ത് സുൽത്താൻ്റെ പ്രൈസ് ഏറ്റവും ഹൈ ആയിട്ട് പറയുന്നത് ഒരു വിമണാണ്. അവരുടെ പേരാണ് ബെല്ലെ. അപ്പോൾ ഇവർ അന്ന് അവിടുത്തെ ടൗൺസ് ഫോക്ക് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ്. ബിക്കോസ് ഇവരുടെ ഹസ്ബൻഡ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവരുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യാറുണ്ട്, ഒരുപാട് ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനൊരു നെയിമാണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഇവർ സുൽത്താനെ ശരിക്കും പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ആരാണോ സുൽത്താനെ സ്ലേവായിട്ട് മേടിക്കുന്നത് അവരപ്പം തന്നെ സുൽത്താനെ ഫ്രീ ചെയ്യണം. കാരണം സുൽത്താനല്ലേ, അപ്പോൾ അപ്പം തന്നെ ഫ്രീ ചെയ്യണം. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഓപ്ഷൻ നടക്കുന്നത്. പക്ഷേ ഇവർ മേടിച്ച് കഴിയുമ്പോൾ ഇവർ പറയും ഇല്ല ഇപ്പോൾ ഫ്രീ ചെയ്യത്തില്ല. ഇവരൊരു കണ്ടീഷൻ വെക്കുന്നു. നെക്സ്റ്റ് ഡേ 1 നൈറ്റ് സുൽത്താൻ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ സുൽത്താൻ സ്ലേവായിട്ട് നിൽക്കണം ഇവരുടെ അടുത്ത് 1 നൈറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഫ്രീ ചെയ്യാമെന്ന്. അപ്പോൾ സുൽത്താൻ അറ്റ് ലാസ്റ്റ് സമ്മതിക്കുകയാണ്. സുൽത്താൻ അന്നേരം ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സുൽത്താൻ മനസ്സിലാവും ഇവർ അത്തരം ഒരു സ്ത്രീയൊന്നുമല്ല, ഇവർ വളരെ മോറലായിട്ടുള്ള, ഇവർ ആർട്ടിസ്റ്റിക്കലി ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഇവർ സുൽത്താനെ അവരുടെ ആർട്ടിസ്റ്റിക്കലി ആയിട്ടുള്ള ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഇൻട്രസ്റ്റ് ആർട്ടിനോട്, പിന്നെ ഇവരുടെ വീട്ടിലെ ആൾക്കാർ പോയട്രി ഡിസ്കസ് ചെയ്യാൻ വരുന്നതും ആർട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നതും അത്തരം കാര്യങ്ങളൊക്കെ സുൽത്താൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സുൽത്താൻ വളരെയധികം ഇമ്പ്രസ് ആവുകയാണ്. സുൽത്താൻ നെക്സ്റ്റ് ഡേ ഇവർ സുൽത്താനെ ഫ്രീ ചെയ്യുമ്പോഴത്തേന് സുൽത്താൻ ആ ടേബനിലുള്ളൊരു റൂബി ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവർ വളരെ മോറലായിട്ടുള്ളൊരു വിമണാണെന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ പ്ലേ എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് വന്ന ഡിലമ, ആ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് സുൽത്താൻ വന്നൊരു ഡിലമ, അതായത് അതോറിറ്റിയുടെ മൈറ്റ് ഉപയോഗിക്കണം. മൈറ്റ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത്. ഒരു കിങ്ങിൻ്റെ പവർ ഉപയോഗിച്ച് ഒരു പ്രോബ്ലത്തിനെ സപ്രസ് ചെയ്യണോ അതോ അതിനെ ലോഫുള്ളി ഡീൽ ചെയ്ത് കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ പോയി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണോ എന്നുള്ളതാണ് സുൽത്താനിന് വന്ന ഡിലമ. ആൻഡ് ഹി ചൂസസ് ദ റൈറ്റ് പാത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോഫുള്ളായിട്ടുള്ള കിങ് അങ്ങേരുടെ രാജ്യത്തെ ആൾക്കാർക്ക് വളരെയധികം ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യുന്ന ഒരു കിങ്ങായിട്ട് നമ്മുടെ സുൽത്താൻ മാറുകയാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹീസ് ഫ്രീ ഓൾസോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്ലേ തീരുന്നത്. ഇനി നമുക്ക് തീംസിലോട്ട് വരാം. മിസ്കൺസെപ്ഷൻ ഒരു മെയിൻ തീമാണ്. ബിക്കോസ് സുൽത്താൻ ഒരു സ്ലേവ് ആണെന്നുള്ളതും സുൽത്താനാണെന്നുള്ളതും ഒരു മിസ്കൺസെപ്ഷനാണ്. അതേപോലെ തന്നെ ബെല്ലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളതും ഒരു മിസ്കൺസെപ്ഷനാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മൈറ്റ് ആൻഡ് റൈറ്റ്. മൈറ്റ് എന്ന് പറഞ്ഞാൽ പവർ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ്പെക്ട് ഓഫ് പവർ സപ്രസിങ് ദി ജസ്റ്റിസ് ഇൻ മോഡേൺ വേൾഡ്. ഇതൊരു മോഡേൺ വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ കൂടെയാണ്. ബിക്കോസ് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ മേ ബി നോട്ട് ഒരു എംപയറോ സുൽത്താനോ അങ്ങനെയൊന്നും അല്ല, ബട്ട് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ തന്നെ ആ ഒരു പവറിലിരിക്കുന്ന ആൾക്കാർ വളരെയധികം അവരുടെ പവർ എക്സസൈസ് ചെയ്ത് ജസ്റ്റിസിൻ്റെ വഴിയിലൂടെ പോകാതെ ഒരു മൈറ്റിൻ്റെ വഴിയിലൂടെ അവർ അവരുടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പ്ലേയിലൂടെ ഹിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ സൊസൈറ്റീസ് ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വുമൺ. അപ്പം ഇത് ബെല്ലയുടെ കാര്യത്തിലാണ് വരുന്നത്. ബിക്കോസ് ബെല്ലെ ഒരു റൈറ്റിയസ് ആയിട്ടുള്ള വുമൺ ആയിരുന്നു, ബട്ട് ഷീ ഈസ് ടേൺഡ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ജസ്റ്റ് ബിക്കോസ് പീപ്പിൾ ഗോ ആൻഡ് കം ഇൻ എ ഹൗസ്.
ഈവൻ ആഫ്റ്റർ ഹർ ഹസ്ബൻഡ്സ് ഡെത്ത്. അപ്പം അതേ ഉള്ളൂ. ആൻഡ് അറ്റ് ലാസ്റ്റ് കിങ് ആണ് പ്രൂവ് ചെയ്യുന്നത്. കിങ്ങിൻ്റെ വേർഡിക്റ്റോട് കൂടിയാണ് ഇവരൊരു മോറൽ വിമൻ ആണെന്നുള്ളത് പ്രൂവ് ആവുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഐ വിൽ റെസ്പോണ്ട് ടു യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.